മൂന്നാർ വ്ളോഗ് പാർട്ട് 3 വീഡിയോ ആണ് ഇത്. മൂന്നാം ദിവസം ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോയി. ഞങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ ഗൂഗിൾ മാപ്പ് നോക്കി ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. രാവിലെ തന്നെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് മൂന്നാർ ടൗണിലാണ് ഫസ്റ്റ് പോയത്. ടൗണിൽ ചെന്നതിന് ശേഷം ശരവണ ഭവനിൽ തന്നെ പോയി ഞങ്ങൾ ഫുഡ് കഴിച്ചു. പൂരി സെറ്റാണ് അവിടെ നിന്ന് കഴിച്ചത്. ഞങ്ങൾക്ക് അവിടുത്തെ ഫുഡും കൂടി കഴിക്കണമെന്നുള്ള ഒരു ഇതിലാണ് നാട്ടിൽ നിന്ന് തന്നെ പോയത്. അതുകൊണ്ട് ഫുഡ് മിക്കപ്പോഴും അവിടെ നിന്നാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം മാട്ടുപ്പെട്ടി വഴി എല്ലപ്പെട്ടിയിലോട്ടാണ് പോയത്. പോകുന്ന വഴിക്ക് ഒരുപാട് ഗ്രാസ് ലാൻഡുകൾ ഉണ്ടായിരുന്നു കേട്ടോ, പുൽമേടുകൾ കാണാൻ വളരെ ഭംഗിയായിരുന്നു. അവിടെ ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് തേയിലത്തോട്ടങ്ങൾ കാണാൻ പറ്റിയത്. പിന്നെ ഒരുപാട് കാട് പ്രദേശം പോലെ ആന ഇറങ്ങുന്ന സ്ഥലങ്ങളാണെന്ന് ഇടയ്ക്കിടയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ടൗണിൽ നിന്ന് മാട്ടുപ്പെട്ടി വഴി എല്ലപ്പെട്ടിയിലോട്ടാണ് പോയത്. എല്ലപ്പെട്ടി വരെ ആയിരുന്നു ഞങ്ങളുടെ അന്നത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഈ പോകുന്ന വഴിക്കാണ് എക്കോ പോയിൻറ്റും പിന്നെ നമ്മുടെ മാട്ടുപ്പെട്ടി ഡാമും കുണ്ടള ഡാമും ഉള്ളത്. അപ്പം നമുക്ക് ഇത്രയും ലക്ഷ്യം വെച്ചിട്ട് ആ എല്ലപ്പെട്ടി അങ്ങ് മാപ്പിൽ കാണിക്കുന്ന ആ ഒരു സ്പേസ് വരെ പോകണമെന്ന് തീരുമാനിച്ചാണ് പോയത്. പോകുന്ന വഴിക്ക് എക്കോ പോയിൻറ്റിൽ തിരിച്ച് വരുമ്പോൾ ഇറങ്ങണമെന്ന് പ്രതീക്ഷിച്ച് പോയതാണ്. പക്ഷേ ഞങ്ങൾ പോയപ്പോൾ ഒരുപാട് പേര് അവിടെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ വിളിച്ച് കൂവി എക്കോ കേട്ട് ക്കുന്നത് കണ്ടിട്ട് അതിലൊരു ഭംഗി തോന്നിയിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങളും കുറേ കൂക്കൊക്കെ ഇട്ട് അവിടെ നിന്നു. കുറച്ച് സമയം അവിടെ നിന്ന് ഇങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്തു. പക്ഷെ അവിടെ കാണാൻ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമായിരുന്നു. അതിൽ വെള്ളം തന്നെയും നല്ല ഒരു പച്ച നിറത്തിൽ ഭയങ്കര ഭംഗിയായിരുന്നു. നല്ല മരങ്ങളും ഒരുപാട് മരങ്ങളും. ഇതൊക്കെ ഈ ആറാണെന്ന് തോന്നുന്നു. ഈ ആറ് നമ്മുടെ എല്ലപ്പെട്ടി എത്തുന്നത് വരെ അങ്ങ് വരെ നീണ്ട് കിടപ്പുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ റോഡിൽ പോകുമ്പോൾ അങ്ങറ്റം വരെയും ഇത് തന്നെയുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും വണ്ടി കയറി എല്ലപ്പെട്ടിയിലോട്ട് പോയി. എല്ലപ്പെട്ടിയിലോട്ട് പോകുന്ന വഴിയാണ് ഇപ്പം ഇതിൽ കാണിച്ചേക്കുന്നത്. ഇത് ഭയങ്കര രസമുള്ള വഴികളാണ്. നിറയെ കുരങ്ങന്മാരാണ് കേട്ടോ അവിടെ. റോഡ് ഫുള്ള് കുരങ്ങന്മാരാണ്. നമ്മളിപ്പോൾ അവിടെ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങിയാൽ നമ്മുടെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ കുരങ്ങന്മാരടിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഞങ്ങൾ അവസാനം എല്ലപ്പെട്ടിയിലെത്തി, ഡെസ്റ്റിനേഷൻ പ്ലേസിലെത്തി. ഭയങ്കര ഭംഗിയാണ് കാണാൻ. നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ദൂരം നിൽക്കുമ്പോൾ കൊളുക്കുമലയാണെന്ന് തോന്നുന്നു കാണുന്നത്, മഞ്ഞ് മൂടി. അതോ മീശപ്പുലി മലയാണോ കാണുന്നതെന്ന് അറിയില്ല, ഞങ്ങൾക്കത് മനസ്സിലായില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അവിടെ കുറേ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ചുറ്റുപാടൊക്കെ നോക്കി. ഒരു സൈഡിൽ നിറയെ തേയിലത്തോട്ടം, മറു സൈഡിൽ കുറേ വീടുകളാണ് കാണുന്നത്, കുഞ്ഞു കുഞ്ഞു വീടുകൾ. അതിൻ്റെ ഇടയിൽ കുറേ കൃഷി സ്ഥലങ്ങൾ, കുഞ്ഞു കുഞ്ഞ് വീടുകളും തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ നിറയെ വീടുകളും അതിൻ്റെ ഇടയിൽ കൃഷി സ്ഥലങ്ങളും. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. അതിലേ കാറ്റ് കൊണ്ട് കുറച്ച് സമയം നിന്നു. പക്ഷെ ഞങ്ങൾക്കന്ന് കുറേ സ്ഥലങ്ങളിൽ പിന്നെയും പോകണമായിരുന്നു, കുറച്ച് സ്ഥലങ്ങളും കൂടി കയറണമായിരുന്നു. പക്ഷേ എല്ലപ്പെട്ടി വരെ ഞങ്ങൾ പോയിട്ടുള്ളൂ. അതുകൊണ്ട് അവിടെ നിന്ന് ആ ഒരു വില്ലേജിൻ്റെ കാഴ്ചയൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നത് ഞങ്ങൾ ആദ്യം കുണ്ടള ഡാമിലോട്ട് കയറി. തിരിച്ചു വരുന്ന വഴിക്ക് ഏറ്റവും അടുത്ത് കുണ്ടള ഡാമാണ്. അപ്പോൾ കുണ്ടള ഡാമിൽ കയറി. കുണ്ടള ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഡാമാണ്, വലിയ സെറ്റപ്പൊന്നും കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഒരു പാലമുണ്ട്, ഇങ്ങനെ നദി ഒഴുകുകയാണ്, പിന്നെ ആറൊഴുകുന്നുണ്ട്. അവിടെയും കുരങ്ങന്മാരെ കണ്ടു. പിന്നെ അവിടെ ഇരിക്കാനൊക്കെ കുറച്ച് ചെയറും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇരുന്നൊന്നുമില്ല, കാരണം ഞങ്ങൾക്ക് തിരിച്ചു വരേണ്ട തിരിച്ചു വന്നിട്ട് വീണ്ടും ഞങ്ങൾ എക്കോ പോയിൻറ്റിൻ്റെ അങ്ങോട്ട് പോയില്ല. റോഡിലൂടെ കുറച്ച് സമയം ആറൊക്കെ കണ്ടൊന്ന് നടന്നതിന് ശേഷം ഞങ്ങൾ ഒരുപാട് തിരക്കുണ്ടായിരുന്നു അവിടെ. തിരിച്ചു വന്നിട്ട് ഞങ്ങൾ മാട്ടുപ്പെട്ടി ഡാമിലോട്ട് പോയി. മാട്ടുപ്പെട്ടി ഡാമിൽ ഒരു രക്ഷയില്ല. ഒരുപാട് ഇതുപോലത്തെ ഫൺ ഗെയിംസും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം ഹണ്ടിങ് ഒക്കെ ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും ഹണ്ടിങ് ഒക്കെ ചെയ്തു. അത് ഭയങ്കര രസമായിരുന്നു. പിന്നെ അവിടെ ഒരുപാട് കടകളും വിൽക്കാൻ വച്ചിരിക്കുന്ന സാധനങ്ങൾ ഇഷ്ടംപോലെ, നല്ല ഇഷ്ടംപോലെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് ബോട്ടിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അതിലെ കുറച്ച് സമയം ഡാമിൻ്റെ മുകളിൽ കൂടി നടന്നു. ഇതായിരുന്നു ഡാമിൻ്റെ ആ വ്യൂ എന്ന് പറയുന്നത്. ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ. പക്ഷെ താഴോട്ടൊന്നും ആരെയും വിടത്തൊന്നുമില്ല, വെള്ളം പോകുന്ന കാണാൻ ഭംഗിയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ മൂന്നാർ വന്നു. അൽബുഹാരി ഹോട്ടലിൽ നിന്നാണ്
ഫുഡ് കഴിച്ചത്. അവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് അവിടെ നിന്ന് തന്നെയാണ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഞങ്ങൾ പോയത് റോസ് ഗാർഡനിലാണ്, മൂന്നാർ റോസ് ഗാർഡൻ. അപ്പോൾ റോസ് ഗാർഡൻ്റെ വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതാണ്. അന്നത്തെ ദിവസം പിന്നെയും വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി, അതെല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ ഇടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.